ശമ്പളത്തർക്കത്തെ തുടർന്ന് തമിഴ്നാട്ടുകാരായ 3 തൊഴിലാളികളെ തീവച്ചുകൊന്ന കേസിൽ കരാറുകാരനായ തമിഴ്നാട് സ്വദേശി തോമസ് ആൽവ എഡിസണ് വധശിക്ഷ. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2009 ഫെബ്രുവരി 22-നായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. 2009 ഫെബ്രുവരി 21-നാണ് കൊലപാതകം നടന്നത്. എറണാകുളം ഓൾഡ് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മുറിയിൽ താമസിക്കുകയായിരുന്ന തൊഴിലാളികൾക്ക് കോൺട്രാക്ടറായിരുന്ന തോമസ് ആൽവ എഡിസൺ കൂലി ഇനത്തിൽ 14,000 രൂപ കുടിശ്ശിക നൽകാനുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായി. പിന്നീട് രാത്രി 2 മണിയോടെ പെട്രോളുമായി എത്തിയ തോമസ് തൊഴിലാളികൾ താമസിക്കുന്ന മുറിയിൽ ചെന്ന് ഇവർക്ക് നേരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും മുറി പുറത്തുനിന്ന് പൂട്ടി ഇറങ്ങി ഓടുകയും ചെയ്തു. ആക്രമണത്തിൽ തൂത്തുക്കുടി സ്വദേശികളായ ഭാസി, വിജയ്, സുരേഷ് എന്നിവർ കൊല്ലപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ ആൻഡ്രൂസ് പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. പ്രോസിക്യൂട്ടർ പ്രേംസൺ പോൾ മാഞ്ഞാമറ്റം പെട്രോൾ ഒഴിച്ചതിന് ശേഷം മുറി പുറത്തുനിന്ന് പൂട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ ഒരു സ്ട്രോങ് ഇൻറ്റൻഷനാണ്. ഒരിക്കലും ഈ വിക്ടിംസ് ഈ മുറിയിൽ നിന്ന് പുറത്തു പോകരുത്, രക്ഷപ്പെടരുതെന്നുള്ള പ്രതിയുടെ ഗാഢമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അത്തരം ഒരു പ്രവൃത്തി ചെയ്തത്. അതുകൊണ്ട് ഇത് റെയറസ്റ്റ് ഓഫ് റെയറായി കേസായി കാണണം എന്ന് പരിഗണിക്കണം. അതുകൊണ്ട് ഡെത്ത് പണിഷ്മെൻറ്റ് തന്നെ ഈ പ്രതിക്ക് കൊടുക്കണം എന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ്റെ പ്രയർ കോടതി കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി ഇന്ന് പ്രതിക്ക് മരണം വരെ തൂക്ക് കയർ വിധിച്ചിരിക്കുകയാണ്. ചാർജ് 302 ഉണ്ട്, 307 ഉണ്ട്, അതുപോലെ 426. ഇത് 3ഉം കോടതി ശരിവെച്ചിട്ടുണ്ട് ചാർജ്. അതുപോലെ വിക്ടിംസിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നത് അത് സ്റ്റേറ്റിനോട് വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്ന് വിക്ടിംസിന് കൊടുക്കുക. അവരൊക്കെ തീരെ പാവപ്പെട്ട സാഹചര്യത്തിൽ നിന്ന് വരുന്നവരാണ്. 22-23 വയസ്സുള്ളവരാണ്. മരണമൊഴിയെടുത്ത ജില്ലാ ജഡ്ജി അടക്കം 36 പേരെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. എറണാകുളം സെൻട്രൽ CI ആയിരുന്ന ജി വേണുവാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുപ്രസിദ്ധ കുറ്റവാളി ആടാനണി താമസിച്ച പാലക്കാട് ഗോപാലപുരത്തെ വീട്ടിൽ നിന്നും പോലീസ് നടത്തിയ പരിശോധനയിൽ കാറും വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കണ്ടെടുത്തു. പാരിപ്പള്ളി SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ആടാനണി എന്നറിയാതെ കുട്ടികളെ സംരക്ഷിക്കുമെന്ന ഉറപ്പിന്മേലായിരുന്നു വിവാഹമെന്ന് ഭാര്യ ബിന്ദു പറയുന്നു. അത് അനിയത്തിനടുത്ത് പറഞ്ഞതാ, ഇങ്ങനെ കല്യാണം കഴിക്കാം, കുട്ടികളെയൊക്കെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സമ്മതിച്ചത് തന്നെ. അല്ലാതെ ഈ വിവരമൊന്നും എനിക്കറിയില്ല. വീട്ടിൽ വരും, ഇന്ന് പോയാൽ നാളെ എന്തായാലും വരും. ബിന്ദുവിന്റെ വാക്കുകൾ പോലീസും അവിശ്വസിക്കുന്നില്ല. എന്നാൽ ഗോപാലപുരത്തിന് സമീപമുള്ള കരുമാണ്ട കൗണ്ടന്നൂർ എന്ന ഗ്രാമത്തിലെ ഒറ്റമുറി വീട്ടിലെത്തിയ പോലീസ് ശരിക്കും ഞെട്ടി. 4 ലാപ്ടോപ്പ്, 1 ഡെസ്ക്ടോപ്പ്, വീഡിയോ സ്റ്റിൽ ക്യാമറകൾ, വീഡിയോ പ്രൊജക്ടർ, കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകൾ, പെൻഡ്രൈവുകൾ, മൊബൈൽ ഫോണുകൾ, സിം കാർഡുകൾ തുടങ്ങിയവ ഇവിടെ നിന്നും പോലീസ് കണ്ടെടുത്തു. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള പുതിയ മാരുതി കാറും ആടാന്റണി ഇവിടെ എത്തിച്ചിരുന്നു. സെൽവരാജ് എന്ന പേരിലുള്ള തിരിച്ചറിയൽ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്കുകൾ, ധാരാപുരത്ത് സ്ഥലം വാങ്ങിയ രേഖകൾ എന്നിവയും പരിശോധനയിൽ ലഭിച്ചു. ഇവ കോടതിയിൽ ഹാജരാക്കുമെന്ന് പാരിപ്പള്ളി SI ജയകൃഷ്ണൻ പറഞ്ഞു. കൂടുതലും ഇലക്ട്രോണിക് ഐറ്റംസ് ആണ്, എല്ലാം മോഷണ മുതലുകളാണെന്ന് സംശയിക്കപ്പെടുന്നത് തന്നെയാണ്. അതോടൊപ്പം തന്നെ അയാളുടെ ഫേക്ക് ഐഡൻറ്റിറ്റി കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ RC. ഇത് ഞങ്ങൾ സെർച്ചിൽ കണ്ടെടുക്കുന്നത് ഇവിടുത്തെ കോടതിയിൽ കൊടുക്കും. അതിനുശേഷം ഇത് ഞങ്ങളുടെ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആടാന്റണിയുടെ ഭാര്യ ബിന്ദുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊല്ലം പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ആടാന്റണിയുടെ പ്രാഥമിക ചോദ്യം ചെയ്യൽ അവസാനിച്ചു. നിലവിൽ ആടാന്റണിക്കെതിരെ 27 കേസുകളുണ്ടെന്നും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരുമെന്നും കൊല്ലം കമ്മീഷണർ P. പ്രകാശ് പറഞ്ഞു. സെൽവരാജ് എന്ന വ്യാജ പേരിൽ തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞ ആടാന്റണി നിരവധി മോഷണങ്ങൾ നടത്തുകയും തമിഴ്നാട്ടിൽ വീടും സ്ഥലവും കാറും വാങ്ങിയതായും പോലീസ് പറയുന്നു. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ കൊലപാതക കുറ്റം ആടാന്റണി പോലീസിനോട് സമ്മതിച്ചു. മോഷണ സാമഗ്രികൾ വാഹന പരിശോധനയിൽ പിടിക്കപ്പെടാതിരിക്കാനാണ് കൊല്ലപ്പെട്ട പോലീസ് ഡ്രൈവറായിരുന്ന മണിയമ്പിള്ളയെയും ASI ജോയിയെയും ആക്രമിച്ചതെന്നാണ് ആടാന്റണിയുടെ മൊഴി. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന ആടാന്റണി സേലത്തെ തുണിക്കടയിലാണ് ആദ്യം ജോലിക്ക് കയറിയത്. തുടർന്ന് സെൽവരാജ് എന്ന വ്യാജപേരിൽ നിരവധി സ്ഥലങ്ങളിൽ കറങ്ങി മോഷണങ്ങൾ നടത്തിയെന്നും പോലീസിനോട് സമ്മതിച്ചു. ഈറോഡ് സ്വകാര്യ കോളേജിൽ നിന്ന് 7 ലക്ഷം രൂപയും പളനിയിൽ സ്കൂളിൽ നിന്ന് 2 ലക്ഷം രൂപയും മോഷ്ടിച്ച ആന്റണി തമിഴ്നാട്ടിൽ വീടും സ്ഥലവും വാങ്ങിയതായും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പ്രകാശ് പറഞ്ഞു. ഈറോഡിൽ ഒരു കോളേജിൽ കയറി ഒരു 7 ലക്ഷം രൂപ മോഷണം നടത്തിയത്, അതുപോലെ പളനിയിൽ ഒരു സ്കൂളിൽ കയറി ഒരു 2 ലക്ഷം രൂപ മോഷണം നടത്തിയത്, വിവിധ സ്ഥലങ്ങളിൽ ഈറോഡ്, പിന്നെ തിരുപ്പൂർ, അങ്ങനെയുള്ള അടുത്തുള്ള സ്ഥലങ്ങളിൽ കുറേയേറെ, സേലം, ഇവിടെയൊക്കെ കുറേ മോഷണം നടത്തിയിട്ടുള്ളതും
കമ്പ്യൂട്ടർ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ കുറേ മോഷണം നടത്തിയിട്ടുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് വിശദമായിട്ട് എവിടെയൊക്കെയാണ് നടത്തി അതിനുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ചോദിക്കാനുണ്ട്. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ആന്റണിയെ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പറവൂർ കോടതിയിൽ ഹാജരാക്കി 2 ആഴ്ചത്തെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കഴിഞ്ഞ ദിവസം പിടിയിലായ പിടികിട്ടാപ്പുള്ളി ആന്റണിക്ക് DNA പരിശോധന നടത്താൻ പോലീസിന്റെ തീരുമാനം. പിടിയിലായത് ആന്റണി തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനാണ് DNA പരിശോധന നടത്തുന്നത്. ഇയാളുടെ തിരിച്ചറിയൽ രേഖകളിൽ ശെൽവരാജ് എന്ന പേരായതിനാൽ ഭാവിയിൽ ആശയക്കുഴപ്പമില്ലാതിരിക്കാനാണ് പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചത്. കോടതിയിൽ ഹാജരാക്കുമ്പോൾ താൻ ആന്റണി അല്ലെന്നും ശെൽവരാജ് ആണെന്നും ഇയാൾ പറഞ്ഞാൽ അത് തെളിയിക്കുന്നതിന് ശാസ്ത്രീയ പരിശോധന ആവശ്യമാണെന്നാണ് പോലീസിന്റെ നിരീക്ഷണം. 3 വർഷം നീണ്ട പരിശ്രമങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഫലമായാണ് ആന്റണിയെ പോലീസിന് കൊടുക്കാനായത്. ആന്റണി പിടിയിലായതോടെ തുമ്മുണ്ടായത് നിരവധി കേസുകൾക്കാണ്. ആടിനെ മോഷ്ടിച്ചാണ് തുടങ്ങിയതെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിക്കുന്നതിലായിരുന്നു ഇയാൾക്ക് കമ്പം. പോലീസ് ഡ്രൈവറെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ആന്റണി പിടിയിലായതോടെ തുമ്മുണ്ടായത് നിരവധി കുറ്റകൃത്യങ്ങൾക്കാണ്. ഇനി ആയുഷ്കാലം മുഴുവൻ ജയിലിൽ കിടന്നാൽ മാത്രം അനുഭവിച്ചു തീർക്കാൻ പറ്റുന്നത്ര കേസുകളാണ് ആടിനെതിരെ ചാർത്തിയിരിക്കുന്നത്. കൊലപാതകം, ഭവനഭേദനം, കവർച്ച, തെളിവ് നശിപ്പിക്കൽ, വിവാഹ തട്ടിപ്പ്, അനാഥാലയങ്ങളുടെ പേരിലുള്ള സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങി ആന്റണിയുടെ പേരിൽ നാട്ടിലും പുറത്തുമില്ലാത്ത കേസുകളൊന്നുമില്ല. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടകം, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഒളിവിൽ കഴിയുന്ന കാലത്ത് ആന്ധ്രാപ്രദേശിലും ഒരു കൊലപാതകത്തിൽ ആന്റണി പ്രതിയാണ്. പോലീസിന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി 300-ലധികം മോഷണ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. വിവാഹ വാഗ്ദാനങ്ങൾ നൽകി സ്ത്രീകളെ കബളിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത കേസുകൾ ഇനി ഉണ്ടായേക്കാം. ഒളിവിൽ കഴിയുന്ന കാലത്ത് എത്തിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഭാര്യമാരെ ഉണ്ടാക്കിയ ആന്റണി ഭാര്യമാരെ സന്തോഷിപ്പിക്കാനും ആഡംബര ജീവിതം നയിക്കാനും നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പോലീസ് ഡ്രൈവറെ കൊലപ്പെടുത്തി അന്യസംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിയുമ്പോഴും ഇയാൾ മോഷണം നിർത്തിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് സ്വദേശമായ കുണ്ടറയിൽ നിന്ന് ആടിനെ മോഷ്ടിച്ചാണ് ഇയാളുടെ കുപ്രസിദ്ധമായ ജീവിതത്തിന് തുടക്കം. ആടിനെ മോഷ്ടിച്ചാണ് തുടങ്ങിയതെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങൾ മോഷ്ടിക്കുന്നതിലാണ് ഇയാൾ കമ്പം കണ്ടെത്തിയിരുന്നത്. ഇക്കാര്യത്തിൽ അതിവിദഗ്ധനുമായിരുന്നു ആന്റണി. പിടിയിലാകുന്ന സന്ദർഭങ്ങളിലൊക്കെ പോലീസിനെ കബളിപ്പിച്ച് ഇയാൾ കടന്നുകളയുകയായിരുന്നു പതിവ്. പോലീസ് ഉദ്യോഗസ്ഥനായ മണിയമ്പിള്ള കൊലപാതക കേസിൽ ആന്റണിയെ പിടികൂടാൻ കഴിഞ്ഞ 3 വർഷമായി പോലീസ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. ആന്റണി എന്ന് സംശയിക്കുന്നതായി വിവരങ്ങൾ ലഭിച്ച 35ഓളം പേരെ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്യലിനും വിധേയമാക്കിയിരുന്നു. അയൽ രാജ്യങ്ങളിലേക്ക് ഇയാൾ കടന്നുകളയാനുള്ള സാധ്യതകളുണ്ടെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടെയാണ് പോലീസ് ഒരുക്കിയ കെണിയിലേക്ക് ആന്റണി കഴിഞ്ഞ ദിവസം വന്നുകയറിയത്. രാജ്യത്തെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും സോഷ്യൽ മീഡിയകൾ വഴിയും ഒക്കെ ആന്റണിയെ തേടി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. DGP-ആയി സെൻകുമാർ അധികാരത്തിലെത്തിയതോടെ ജില്ലകളിൽ പ്രത്യേക ടീമിനെ രൂപീകരിച്ച് അന്വേഷണവും ശക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരത്ത് കോളേജ് വിദ്യാർത്ഥിയായ സജിന് പോലീസിന്റെ പീഡനം. മുടിയും താടിയും വെട്ടി വന്നാലേ ലൈസൻസ് നൽകുമെന്ന് തിരുവനന്തപുരം കൺട്രോൾ റൂമിലെ CI സജിനെ ഭീഷണിപ്പെടുത്തി. കൂടാതെ തന്റെ വീട്ടിലുള്ളവരെ CI അസഭ്യം പറഞ്ഞതായും സജിൻ പരാതിപ്പെട്ടു. പോലീസ് പീഡനത്തിനെതിരെ സജിൻ യൂത്ത് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കഴക്കൂട്ടം സ്വദേശിയും 2ാം വർഷ BCom വിദ്യാർത്ഥിയുമായ സജിൻ സന്തോഷിന്റെ ലൈസൻസ് ഷാഡോ പോലീസ് പിടിച്ചുകൊണ്ടുപോയത്. കഴക്കൂട്ടത്ത് നിന്നും കാര്യവട്ടത്തേക്ക് പോകുന്ന വഴി ഒരു കടയിൽ നിർത്തി വെള്ളം കുടിക്കുമ്പോഴാണ് ഷാഡോ പോലീസ് ലൈസൻസ് കൈക്കലാക്കിയതെന്ന് സജിൻ പറഞ്ഞു. ലൈസൻസ് വാങ്ങാനായി തിരുവനന്തപുരം കൺട്രോൾ റൂമിൽ എത്താനും സജിനോട് പോലീസ് നിർദ്ദേശിച്ചു. ഇതേ തുടർന്ന് തിങ്കളാഴ്ച ലൈസൻസ് വാങ്ങാനായി കൺട്രോൾ റൂമിൽ എത്തിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CI താടിയും മുടിയും വെട്ടി വസ്ത്രം മാറി വരാൻ നിർദ്ദേശിച്ചു. കൂടാതെ ചൂരൽ കൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തിയതായും സജിൻ പറയുന്നു. കണ്ടപ്പോൾ പറഞ്ഞ് മുടി വെട്ടി പാൻസിൻ്റെ ബെൽറ്റ് വാങ്ങിയിട്ട് തലമുടിയും സാടിയും എല്ലാം ഷേവ് ചെയ്ത് വന്നാലേ തരുമെന്ന്. ഇത് കണക്ക് താടി വഴിച്ച് ചെന്നപ്പോൾ പറഞ്ഞു പറ്റത്തില്ല, മുട്ടയടിച്ച് പോലീസുകാരെ കണക്ക് വന്നാലേ തരുമെന്ന്. അതുപോലെ അണ്ടർവെയറിൻ്റെ സ്ട്രാപ്പുകൾ ഇട്ടാൽ പറ്റൂല, അതും മാറ്റണമെന്ന് പറഞ്ഞു. താടി മുസ്ലിംസിനെ വെക്കാവൂ, ഞങ്ങൾക്ക് വെച്ചുകൂടാന്ന്. ഇത് ഇത്രയും ചെയ്തിട്ട് ചെന്നിട്ട് പോലും തന്നില്ല. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചെന്നപ്പോൾ 1000 രൂപ പെറ്റിയും പറഞ്ഞു ബാങ്കിൽ കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞു. ഒരു 4-5 തവണയെങ്കിലും കയറി ഇറങ്ങി കാണും. ചൂരിലെടുത്ത് അടിക്കാൻ പോയി, പിന്നെ അടിച്ചില്ല, ഓങ്ങി. ഞാൻ കുറേ ചീത്ത വിളിച്ചു, അച്ഛനും അമ്മയ്ക്കൊക്കെ പറഞ്ഞു. ഇത്തരത്തിലെ മാനസിക പീഡനത്തിന് ശേഷം 1000 രൂപയുടെ ചെലാൻ എടുത്തു നൽകിയ ശേഷം മാത്രമാണ് സജിന് ലൈസൻസ് തിരികെ ലഭിച്ചത്. പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നവരോട് മാന്യമായി പെരുമാറണമെന്ന DGP-യുടെ സർക്കുലർ നിലനിൽക്കെയാണ് സംഭവം. പോലീസ് പീഡനത്തിനെതിരെ സംസ്ഥാന യൂത്ത് കമ്മീഷനും സജിൻ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മോചനദ്രവ്യം ആവശ്യപ്പെട്ട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റിന്റെ മകൻ അറസ്റ്റിലായി. മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കണ്ടത്തിലിന്റെ മകൻ അഷ്റഫിനെയാണ് ഇസ്മയിൽ എന്നയാളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കളമശ്ശേരി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. എറണാകുളം പനമ്പള്ളി നഗറിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ഇസ്മയിൽ എന്നയാളെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കണ്ടത്തിലിന്റെ മകൻ അഷ്റഫിനെ കളമശ്ശേരി SI ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ HMT ജംഗ്ഷനിൽ വെച്ച് ഇസ്മയിലിനെ അഷ്റഫും മറ്റ് 2 പേരും ചേർന്ന് കാറിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പെരുമ്പാവൂരിലെ ഗോഡൌണിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും 70,000 രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ ഇസ്മയിലിനെ മാരകമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പെരുമ്പാവൂരിലെ ഗോഡൌണിൽ വെച്ച് പോലീസിന് അഷ്റഫിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ആലുവയിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന അഷ്റഫ് ആളുകളെ ഹജ്ജിന് കൊണ്ടുപോകുന്നതിനായി ഒരാൾക്ക് 2 ലക്ഷം രൂപ എന്ന നിരക്കിൽ 78 ലക്ഷം രൂപ ഇസ്മയിലിന് നൽകിയിരുന്നു. 18 പേരെ ഹജ്ജിന് കൊണ്ടുപോവുകയും ചെയ്തു. ബാക്കി തുക അഷ്റഫ് ഇസ്മയിലിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ തുക മടക്കി നൽകാൻ വൈകിയതിനാണ് ഇസ്മയിലിനെ അഷ്റഫ് തട്ടിക്കൊണ്ടുപോയത്. അഷ്റഫിനോടൊപ്പം ഇസ്മയിലിനെ തട്ടിക്കൊണ്ടുപോകാൻ സഹായിച്ച മറ്റ് 2 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാട്സാപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നതിന് ഭർത്താവ് വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് മലയാളി യുവതി ജീവനൊടുക്കി. കോയമ്പത്തൂരാണ് സംഭവം. വാട്സാപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നതിന് ഭർത്താവ് വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് മലയാളിയായ 20-കാരി അപർണയാണ് കോയമ്പത്തൂരിലെ കൗണ്ടപ്പാളയത്തുള്ള വീട്ടിൽ തൂങ്ങി മരിച്ചത്. ലോറി ഡ്രൈവറായ ഭർത്താവ് കുമാർ ജോലി ആവശ്യത്തിനായി എപ്പോഴും പുറത്തു പോകും. ഈ സമയത്ത് അപർണ സോഷ്യൽ മീഡിയകളിൽ സജീവമാവുകയാണ് പതിവെന്നും പോലീസ് പറയുന്നു. എപ്പോഴും വാട്സാപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്നതിനെ ചൊല്ലി തിങ്കളാഴ്ച ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. തുടർന്ന് ഭർത്താവ് ഫോൺ എടുത്തു മാറ്റി. പിന്നീട് മറ്റൊരു ഫോണിൽ നിന്ന് സഹോദരനെ വിളിച്ചു പറഞ്ഞതിന് ശേഷം അപർണ തൂങ്ങിമരിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അപർണയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുൻപേ തന്നെ മരണം സംഭവിച്ചിരുന്നു. അപർണയുടെ മരണത്തിൽ മനംനൊന്ത് കുമാർ വീടിന്റെ ടെറസിൽ നിന്ന് ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ബന്ധുക്കൾ യഥാസമയം ഇടപെട്ടതിനാൽ അപകടമുണ്ടായില്ല. ന്യൂസ് ഡെസ്ക്. ആനക്കൊമ്പ് വ്യാപാരത്തിന്റെ ഉള്ളറകളിലേക്ക് അന്വേഷണം കടക്കുന്നു. അന്താരാഷ്ട്ര ഇടനിലക്കാരൻ ഉമേഷ് അഗർവാളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭ്യമായത് വൻ രഹസ്യങ്ങൾ. ഇടമലയാർ ആനവേട്ട കേസ് വഴിത്തിരിവിലേക്ക്. ഇടമലയാർ ആനവേട്ട കേസ് ഉൾപ്പെടെ രാജ്യത്ത് നടക്കുന്ന ആനക്കൊമ്പി വ്യാപാരത്തിന്റെ ഉള്ളറകളിലേക്ക് അന്വേഷണം കടക്കുന്നു എന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ ആനക്കൊമ്പ് വേട്ട. 25 കോടിയോളം വിലമതിക്കുന്ന 700 കിലോ ആനക്കൊമ്പാണ് ദില്ലിയിൽ പിടികൂടിയത്. ഇടമലയാർ ആനക്കൊമ്പ് ഇടപാട് കേസിലെ മുഖ്യപ്രതി ഉമേഷ് അഗർവാൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വനം വകുപ്പും പോലീസും സംയുക്തമായി റെയ്ഡ് നടത്തി ആനക്കൊമ്പുകൾ കണ്ടെടുത്തത്. കിഴക്കൻ ഡൽഹിയിലെ വിജയ പാർക്കിൽ ആളൊഴിഞ്ഞ വീട്ടിൽ 29 പെട്ടികളിലായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു 700 കിലോയോളം വരുന്ന ആനക്കൊമ്പുകൾ. ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൊമ്പ് കച്ചവടത്തിലെ പ്രധാനിയായ ഈഗിൾ രാജൻ എന്ന പ്രതിയെയും വനപാലകർ അറസ്റ്റ് ചെയ്തിരുന്നു. കേരളത്തിലെ സുപ്രധാന ഇടനിലക്കാരിലൊരാളായ ഈഗിൾ രാജനിൽ നിന്നാണ് ഉമേഷ് അഗർവാൾ ആനക്കൊമ്പുകൾ വാങ്ങിയിരുന്നത്. കേരളത്തിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഉമേഷ് അഗർവാൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. കേരളത്തിലെ വനങ്ങളിൽ നിന്ന് വേട്ടയാടിയ ആനകളുടെ കൊമ്പുകളും നാട്ടാനകളുടെ കൊമ്പുകളും പിടിച്ചെടുത്തവയിൽ പെടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക്. സേവനാവകാശ നിയമം അട്ടിമറിക്കുന്ന വർക്കല മുനിസിപ്പാലിറ്റി സെക്രട്ടറി പല കോടതി ഉത്തരവുകളും സർക്കാർ ഉത്തരവുകളും നടപ്പാക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നതായി വ്യാപക പരാതി. തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടുമായി ഇന്നിവിടെ പറയുന്നു. നമസ്കാരം. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിൽ വകുപ്പ് മന്ത്രിക്കും വകുപ്പിനും തന്നെ ഏറെക്കാലമായി തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് വർക്കല മുനിസിപ്പാലിറ്റി. സാധാരണക്കാർക്കും കൈക്കൂലി നൽകാത്തവർക്കും യാതൊരു തരത്തിലുമുള്ള നിയമാനുസൃതമായ സേവനവും ഇവിടെ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് വ്യാപകമായി ഉയർന്നിരിക്കുന്ന പരാതി. കെട്ടിട നിർമ്മാണ ചട്ടം കൃത്യമായി പാലിച്ച് നിർമ്മാണം നടത്തുന്ന വീടുകൾക്ക് പോലും നമ്പർ ഇട്ട് നൽകുന്നതിൽ കാലതാമസം വരുത്തുക എന്നതായിരുന്നു ഇവിടുത്തെ മുനിസിപ്പൽ എഞ്ചിനീയറുടെയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും പ്രധാന ഹോബി. ഇവർ നിർദ്ദേശിക്കുന്ന ഏജൻസികളിൽ നിന്ന് പ്ലാൻ വരച്ച് നൽകിയാലേ അപ്രൂവൽ പോലും നൽകാറുള്ളൂ. ഇത്തരത്തിലല്ലാതെ വരുന്ന അപേക്ഷകളിൽ വർഷങ്ങളോളം കാലതാമസം വരുത്താനും ഈ ഉദ്യോഗസ്ഥർ മടികാട്ടിയില്ല എന്നും പറയുന്നു. നേരത്തെ ഈ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്തിരുന്ന MEയെയും AEയെയും അനധികൃത നിർമ്മാണങ്ങൾക്ക് വ്യാപകമായി കൈക്കൂലി വാങ്ങിക്കൊണ്ട് കൂട്ടുനിൽക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് സ്ഥലം മാറ്റിയിരുന്നു. അതേസമയം ഇത്തരത്തിലുള്ള ജീവനക്കാർക്ക് ഒത്താശ ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ സെക്രട്ടറി ഡോക്ടർ സാംജിയുടേതും. സേവനാവകാശ നിയമവും സെക്രട്ടറി അട്ടിമറിക്കുന്നുവെന്നും പരാതിയുണ്ട്. CPIM വർക്കല ഏരിയ സെക്രട്ടറി ഷാജഹാൻ. വർക്കല നഗരസഭയിലെ ഭരണം കെടുകാര്യസ്ഥയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. അവിടുത്തെ നഗരസഭാ സെക്രട്ടറി സർക്കാരിൻ്റെ ഉത്തരവുകൾ പോലും അവഗണിക്കുകയാണ്. സാധാരണക്കാരൻ
ഏതെങ്കിലും ഉത്തരവ് സമ്പാദിച്ച് ഗവൺമെൻറ് ഉത്തരവ് സമ്പാദിച്ച് നഗരസഭയിൽ ചെന്നാൽ അവരോട് വളരെ മോശമായ രീതിയിലാണ് നഗരസഭാ സെക്രട്ടറി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച വർക്കല മുനിസിപ്പാലിറ്റി സെക്രട്ടറിയായി നിയമനം നേടിയ ഡോക്ടർ സാംജിയുടെ പ്രവർത്തനത്തിൽ വകുപ്പ് മന്ത്രിക്കും വകുപ്പ് സെക്രട്ടറിക്കും അതൃപ്തിയുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.